എന്നിട്ട് അവിടെ വെച്ച് ഒന്നാണോ? പട്ടണത്തിന്റെ ഒന്നും അല്ല. മിനി വേഗം പോരെ, സമയം പോയി കേട്ടോ. ഓയ് ഞാനുണ്ട്. ഇന്ന് മീറ്റിംഗിൽ എന്നാ മീറ്റിങ്ങിൽ അവിടെ ചെന്നിട്ട് പറയാം. ബുക്ക് എടുത്തായിരുന്നോ? ബുക്ക് വാസ്തുവിനെ കൊടുത്തിട്ടുണ്ട്. ടീച്ചർ ഇന്ന് വരില്ല നീ. അതെന്ത് പറ്റി? ആ ടീച്ചറുടെ മോക്ക് അവിടെ ഹൈദരാബാദിൽ നേഴ്സിംഗിന് അഡ്മിഷൻ കിട്ടിയില്ലേ, അവൾ അങ്ങോട്ട് പോയിക്കുവാ. മീറ്റിങ്ങിൽ കൃത്യമായിട്ട് ലോണും നിക്ഷേപവും അടയ്ക്കണം എന്ന് എല്ലാവരും പറയണം കേട്ടോ. അടുക്കളയിൽ നിന്നുള്ള ജൈവമാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിൽ നിന്നും ജീബിൻ നിങ്ങൾക്കെല്ലാവർക്കും തന്നിരുന്നല്ലോ. അപ്പോൾ അത് നിങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ആ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് ഈ മീറ്റിങ്ങിൽ എല്ലാവരും കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്യണം കേട്ടോ. ജീവൻ എപ്പോഴും എൻ്റെ അടുക്കളയിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. എല്ലാ ഫുഡ് വേസ്റ്റും ഞാൻ അതിൽ തന്നെയാണ് ഇടാറുള്ളത്. വേസ്റ്റ് ഇടുന്ന ബിന്നിന് ചുറ്റും ഒരു കവറിങ് ഉള്ളതുകൊണ്ട് ദുർഗന്ധമോ പുഴുവിൻ്റെ ശല്യമോ മലിനജലം ഒലിച്ച് പുറത്തേക്ക് പോകുന്ന പ്രശ്നങ്ങളോ എലി പാറ്റ എന്നിവയുടെ ശല്യമോ അങ്ങനെ ഒന്നും തന്നെയില്ല. അതുകൊണ്ടാണ് എൻ്റെ അടുക്കള എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കുന്നത്. ഇത് 3 ഉണ്ട് ചേച്ചി. നമുക്കൊന്ന് നിറയുമ്പോൾ മറ്റൊന്ന് മാറി മാറി ഉപയോഗിക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കും. ഈ നടുവേദനയുള്ള എനിക്ക് വളരെ ഈസിയായി ഉപയോഗിക്കാം. ഈ ജീവനിൽ നിന്ന് കിട്ടുന്ന കമ്പോസ്റ്റ് ഉപയോഗിച്ചാണ് എൻ്റെ അടുക്കളത്തോട്ടത്തിൽ വളമായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ജീബിന് എങ്ങനെ ഉപയോഗിക്കുന്ന കമ്പനിക്കാർ നമ്മളെ പഠിപ്പിച്ചു തരും. വളരെ ഈസി ഉപയോഗിക്കാൻ. നിങ്ങൾക്ക് 3 സെൻറ്റ് സ്ഥലമല്ലേ ഉള്ളൂ? എനിക്ക് 3 സെൻറ്റ് സ്ഥലമുള്ളൂ ചേച്ചി. ഈ വേസ്റ്റ് എവിടെ കളയാന്ന് ഓർത്തോണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഇപ്പൊ ജീബിൻ വന്നതോടുകൂടി ഞാൻ ആ ജീബിനിലെല്ലാം ഇടണേ, എൻ്റെ ടെൻഷനെല്ലാം മാറി. അപ്പോൾ ജീവനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾ എല്ലാവരും പറയണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ കേരള സർക്കാരിൻ്റെ ശുചിത്വ മിഷൻ്റെ അംഗീകാരമുള്ളൊരു പ്രോഡക്റ്റാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് 90% സബ്സിഡി കൂടെ ഉണ്ട്. 10% പൈസ അടച്ചാൽ മതി. പിന്നെ കെട്ടിടുന്നതിൽ 5% ഇളവുണ്ട്. ചേച്ചി എനിക്ക് ഓർമ്മ വേണം. അതിനെന്താ, ചേച്ചി ഗ്രാമസഭ പോയിട്ട് ഒരു അപേക്ഷ വെച്ചാൽ മതി നീ. പിന്നെ എൻ്റെ അഭിപ്രായം എന്താ വെച്ചാൽ നമ്മുടെ ഈ പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും ഈ ജീബി നിൽക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും പറയുകയും ചെയ്യണം കേട്ടോ. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം. ഒത്തുചേരാം നല്ലൊരു നാളേക്കായി. ജീബിൻ ഉറവിട മാലിന്യ സംസ്കരണത്തിന് ഒരു ഉദാത്ത മാതൃക.